ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ തറവാട്ടിലത്തെ ഒരു കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ വരാൻ പോകുന്നത്. അതിനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലർ ഗൗണ്, ചിലർ ഒരേപോലത്തെ ചുരിദാറൊക്കെ ആയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കല്യാണ തലേ ദിവസം വന്നെത്തി കേട്ടോ. പിന്നെ ഇതാ പെണ്ണിനെ വേലാഞ്ചിടാനായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മെഹന്തി ഡിസൈനർ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറമൊക്കെ പോകേണ്ടി വന്നില്ല. അപ്പോൾ ഇതാ കല്യാണ തലേന്ന് ഉച്ചയ്ക്ക് ഡ്രസ്സൊക്കെ മാറ്റി ബ്രൈറ്റ് ടു ബി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചെറുതായിട്ട് കട്ടിങ് ഉണ്ടായിരുന്നു, അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റേജൊന്നും എത്തിയിട്ടുള്ള പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കലും ഫാമിലി ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ പെണ്ണിനെ കൊണ്ട് പാടത്തിൻ്റെയും തോട്ടിൻ്റെ അക്കത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ തന്നെ ഞങ്ങൾ എല്ലാവരും കസിൻസും എല്ലാവരും കൂടെ ഞങ്ങളും പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തുനിന്നുള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ ഡ്രസ്സ് വീണ്ടും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മെഹന്തി നൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ട്രിപ്പ് പുറത്തുനിന്ന് ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അതാ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളും അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിക്കാനായിട്ട് ഇതാ നല്ല അടിപൊളി നെയ്ച്ചോറും ഉണ്ടായിരുന്നു, നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു, മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടോട് കൂടെ നമ്മൾ ആസ്വദിച്ചിട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കല്യാണ പെണ്ണിൻ്റെ മൈലാഞ്ചിട്ടിൽ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സൈഡിൽ കൂടെ നമ്മളും ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തർക്ക് മൈലാഞ്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തലേ ദിവസത്തെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി കടന്നപ്പോൾ തന്നെ 1:30-2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10:30-11 മണിയോട് കൂടെ തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. കുറച്ച് ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടെ തന്നെ അച്ചാറും സാലഡും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് നല്ല ചൂടോട് കൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ചെക്കനും കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിക്കാഹ് ഇന്ന് ഈ സമയത്ത് പള്ളിക്കൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ പുയ്യാപ്പിള നിൽക്കണ കണ്ടില്ലേ നിങ്ങൾ.
അങ്ങനെ അൽഹംദുലില്ലാ കല്യാണമൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നീനു ഓളെ പുതിയാപ്പിളുടെയും കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.